ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഈ എംബ്രോയ്ഡറി ത്രെഡ്, വീറ്റ് ബീഡ്, അതുപോലെ ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലൗസ് ഡിസൈൻ കാണാം. അതിനായിട്ട് ഞാൻ ആദ്യം ഈ എംബ്രോയ്ഡറി ത്രെഡ് 6 സ്ട്രാൻഡ്സും അങ്ങനെ വെച്ചിട്ട് ഈ ബോബിനിലൊന്ന് ചുറ്റിയിട്ടെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കതിനെ ഈ ബോബിൻ ഗ്യാസിലോട്ടൊന്ന് ഫിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ 6 സ്ട്രാൻഡ്സും ചേർത്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമുക്ക് അടിഭാഗത്തിലാണ് വരുന്നത്. അതുപോലെ മുകളിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നോർമൽ സീയിങ് ത്രെഡ് ഇതേ കളറിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ബ്ലൗസുകളിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഞാനിതാ നെഗ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. നെഗിൽ നമുക്ക് ലെഫ്റ്റ് സൈഡ് ഡിസൈൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. ബാക്ക് സൈഡും അതുപോലെ റൈറ്റ് സൈഡിലുള്ള ഫ്രണ്ട് നെഗിലും മാത്രം നമുക്ക് ഡിസൈൻ കൊടുത്താൽ മതിയാവും. ഈ ബ്ലൗസിൻ്റെ അടിവശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ബ്ലൗസ് അങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ആ നെഗിൻ്റെ എൻഡിലായിട്ട് 1 ഇഞ്ച് ഗ്യാപ്പിൽ നമുക്ക് അത് ഫുള്ളും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത പ്ലേസുകളിലൊക്കെ 1/2 ഇഞ്ച് നീളത്തിന് ലൈൻ വരച്ച് കൊടുക്കാം. അങ്ങനെ ഫുള്ള് വരച്ചതിന് ശേഷം ഈ വരച്ച പ്ലേസുകളിലോട്ടൊക്കെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ആ നെഗിൻ്റെ എൻഡിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ 1/2 ഇഞ്ച് വരച്ച് ആ ലൈൻ വരയ്ക്കും വരണം. എന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇതുപോലെ തിരിച്ച് ആ ലൈൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും സ്റ്റോപ്പ് ചെയ്ത് തുണി ഒന്ന് ഇങ്ങോട്ട് നീക്കി അതേ ലൈനിൽ കൂടെ തന്നെ ആ സ്റ്റിച്ചിൻ്റെ പുറത്തു കൂടെ തന്നെ സ്റ്റിച്ച് വീണ്ടും ഈ എൻഡിലോട്ട് വരണം. വീണ്ടും അതുപോലെ തന്നെ ആ എൻഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് അടുത്ത നെക്സ്റ്റ് ലൈനിൽ വരയ്ക്കും വരണം. എന്നിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് ഇങ്ങനെ തുണി തിരിച്ച് വെച്ചതിന് ശേഷം ആ ലൈനിൽ ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ലൈനിൻ്റെ പുറത്തുകൂടെ 2 പ്രാവശ്യവും ആ എൻഡിൽ കൂടെ 1 പ്രാവശ്യമാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനത് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ബീഡ്സ് വെച്ച് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ ആ ലൈനിൻ്റെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ലൈനിൻ്റെ ഒരു സൈഡ് സൂചി കുത്തി പൊക്കിയെടുക്കുക. എന്നിട്ട് ഒരു വീറ്റ് ബീഡ് കോർത്ത് കൊടുക്കുക. എന്നിട്ട് അത് ഒരു സൈഡിലോട്ട് ചരിച്ച് വെച്ച് ഇതുപോലെ ഒന്ന് സൂചി കുത്തി താഴ്ത്തി കൊടുക്കുക. എന്നിട്ട് ആ ലൈനിൻ്റെ മറുവശത്ത് ആ എൻഡിൽ തന്നെ വീണ്ടും സൂചി കുത്തി പൊക്കിയെടുത്തതിന് ശേഷം വീണ്ടും ഒരു വീറ്റ് ബീഡ് കൂടെ കോർത്ത് കൊടുക്കുക. അത് അടുത്ത വശത്തെ ഇതുപോലെ ഇപ്പുറത്തെ വശത്ത് ചരിച്ച് വെച്ചതിന് ശേഷം അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സെൻറ്ററിൽ ഒരു ബോൾ ബീഡാണ് നമ്മൾ കോർത്ത് കൊടുക്കുന്നത്. ഒരു ബോൾ ബീഡ് ഇങ്ങനെ കോർത്ത് കൊടുത്തതിന് ശേഷം അവിടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ലൈനിൻ്റെ 2 വശത്തും ഓരോ വീറ്റ് ബീഡ്സും വെച്ച് കൊടുത്തതിന് ശേഷം സെൻറ്ററിലൊരു ബോൾ ബീഡുമാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കണ്ടോ, ഇതുപോലെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത ബ്ലൗസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. മെഷീൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറിയിൽ ചെയിൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമിൽ നിങ്ങളിതുപോലെ നിങ്ങളുടെ ബ്ലൗസും ഇതുപോലെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഹാൻഡ് എംബ്രോയിഡറി പഠിക്കണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. വാട്സപ്പ് ക്ലാസ് നടക്കുന്നുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തോളാം. ഇനി നമുക്ക് ഈ സ്ലീവ് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഈ സ്ലീവിൻ്റെ ഈ ഭാഗത്തോട്ടാണ് ഞാനൊന്ന് അതേ സെയിം ഡിസൈൻ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ബാക്കിൽ ഈ പ്ലേസിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇത് ചെറുതായിട്ടൊന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ കാണാത്ത ബ്ലൗസുകളിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ലൈനിലോട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതായത് ഇങ്ങനെ നേർക്ക് വെച്ചതിന് ശേഷം മെഷീനിൽ നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ മെഷീൻ ത്രെഡ് ഇട്ട് ഒന്ന് അടിച്ചെടുക്കാം. കറക്റ്റായിട്ട് ആ എൻഡിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നോർമൽ മെഷീൻ ത്രെഡ് ഇട്ട് തന്നെ നിങ്ങളിതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ ഈ വശത്താണൊന്ന് നെഗിൽ വരച്ചതുപോലെ ഒന്ന് വരച്ച് കൊടുക്കാം. നമുക്കിനി ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി സെൻറ്ററിൽ നമുക്കിതുപോലെ തന്നെ പഴയതുപോലെ 1/2 ഇഞ്ചിൽ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ 2 വശത്തും 1 ഇഞ്ച് ഗ്യാപ്പിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെയും നമുക്കതുപോലെ 1/2 ഇഞ്ചിൽ ലൈൻ വരച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ മറുവശവും നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെയും ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കാം. ഇത് നമുക്ക് നെഗ് എങ്ങനെ സ്റ്റിച്ച് ചെയ്തോ അതുപോലെ തന്നെ ഇവിടെയും നമുക്കതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
എന്നിട്ട് നമുക്ക് പഴയതുപോലെ തന്നെ ഇവിടെയും ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 സ്ലീവിൽ നമുക്ക് ഒന്നുപോലെ മാർക്ക് ചെയ്തിട്ട് തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഈ സ്ലീവിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഞാൻ ഒരു ബീഡ് എടുത്ത് ഒരു സൈഡ് അങ്ങനെ ചരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അതേ പ്ലേസിൽ വന്നതിന് ശേഷം വീണ്ടും ഒരു ബീഡ് കൂടെ എടുത്തതിന് ശേഷം മറുവശം ചരിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ ഇതുപോലെ വീണ്ടും ഒരു ബീഡ് കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഞാൻ 4 സ്ഥലത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമുക്ക് ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടല്ലേ. സിമ്പിളായിട്ടുള്ള ഒരു നല്ലൊരു ഡിസൈനാണ്. ഓക്കെ, നിങ്ങളും ട്രൈ ചെയ്തോളൂ. താങ്ക് യു.